നമസ്കാരം. അസമിൽ നിന്നുള്ള എം.പി. ഗൗരവ് ഗൊഗോയിയെ കോൺഗ്രസിന്റെ ലോക്സഭാ ഉപനേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പാർട്ടി നിയമനം അറിയിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയക്കുകയായിരുന്നു. അതേസമയം മാവേലിക്കര എം.പി. കൊടിക്കുന്നിൽ സുരേഷിനെ പാർട്ടി ചീഫ് വിപ്പായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. മാണിക്യം ടാഗോർ, കിഷൻഗഞ്ച് എന്നീ എം.പിമാരെ പാർട്ടി വിപ്പുമാരായും നിയമിച്ചിരിക്കുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പും നടന്നിരിക്കുന്നത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇന്ത്യ കക്ഷികളും ഊർജ്ജസ്വലമായി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അറിയിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. എല്ലാ ജനങ്ങൾക്കും ഇത് വലിയൊരു സഹായമാകുമെന്നും അവർക്ക് വേണ്ടിയാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.